ഹലോ ഗേൾസ്. ആരാ? അത് ശരി, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നേ? ഞങ്ങളോ? ആ, നിങ്ങൾ തന്നെ. മേരി ചേച്ചിക്ക് വരാൻ പറ്റില്ല, പുള്ളിക്കാർ കുറച്ച് തിരക്കിലായി പോയി. ലണ്ടനിലെ ഒരു ആലിസിൻ്റെ കൂടെ പോയി. അതിൻ്റെ പകരമല്ലേ ഞാൻ വന്നേ. നിങ്ങൾ പറ. അപ്പോ താൻ? ഞാനൊരു പാവ ആത്മാവാണ്. പറ, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ? ആത്മാവോ? താനോ? എന്താ എന്നെ കണ്ടിട്ട് പേടിയാവണില്ലേ? ഞാൻ ഈ മറ്റ് പ്രതങ്ങളെ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒന്നിട്ട് വരാറില്ല. അതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഈ കണ്ടം പൂച്ചയുടെയൊക്കെ സൗണ്ട് ഉണ്ടല്ലോ, എനിക്കൊന്നും തീരെ പിടിക്കില്ല. നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നു. പറഞ്ഞോ, എന്താ ഞാൻ ചെയ്തു തരണ്ടേ? എടി, ഇത് ആത്മാവൊന്നുമല്ല. തക്കം കിട്ടിയപ്പം കക്കാൻ കയറി ഏതോ ഒരു കള്ളനാ. അത് ശരി, പെമ്പിടലല്ലേ പേടിപ്പിക്കേണ്ടെന്ന് വെച്ചപ്പോൾ അപ്പം ഞാൻ കള്ളനായോ? ഞാൻ കള്ളനാ? എങ്കിൽ താനേ ഞങ്ങളെ കുറിച്ച് പറ. സിമ്പിൾ. ഇത് ആകാംക്ഷ, കൂട്ടത്തിൽ സുന്ദരി, ലവറുണ്ട്. ഇത് അഞ്ജു. ഇത് ദയ, ലവറില്ല പക്ഷെ നല്ല കുശുമ്പുണ്ട്. ഇതൊക്കെ നല്ല ഏത് കോഴിക്കറിയാ? താൻ വേറെ എന്തെങ്കിലും പറ. ശരി, ഞാൻ ആദ്യം അഞ്ജുനെ കുറിച്ച് തന്നെ പറയാം. അഞ്ജുന് എല്ലാം ഉണ്ട്, പക്ഷേ എന്നാലും അഞ്ജു ആകാംക്ഷയുടെ ഡ്രസ്സ് അടിച്ച് മാറ്റിയിട്ടുള്ളൂ. ഇത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ആകാംക്ഷയുടെയാണ് അല്ലേ? അത് മാത്രമല്ല, നിങ്ങൾ ചെറുപ്പം തൊട്ട് ഫ്രണ്ട്സാണ്. അതൊരു നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരാളുടെ കള്ളത്തരം മറ്റേ ആളുടെ വീട്ടിൽ പിടിക്കാതിരിക്കാനുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. കറക്റ്റ്. ഇനി ഞാൻ ദയയെക്കുറിച്ച് പറയാം. ദയക്ക് കുളിക്കാൻ നല്ല മടിയാണ് അല്ലേ? അത് കറക്റ്റ്. അതാണ്. അതുമൊക്കെ വേറെന്തൊക്കെ അറിയാം? ഞാൻ പറയാം. ദയക്ക് കൂടുതലും കുലിസിത കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനുമാണ് ഇഷ്ടം അല്ലേ? ഇനി നിങ്ങൾക്ക് 3 പേർക്കും മാത്രം അറിയുന്നൊരു സീക്രട്ട് ഞാൻ പറയാം. ദയക്ക് 2 വർഷം മുമ്പ് കോളേജിലൊരു റിലേഷൻ ഉണ്ടായിരുന്നില്ലേ, അഫെയർ ഉണ്ടായിരുന്നു. ആ പ്രേമം മൂർധന്യാവസ്ഥ എത്തിയപ്പം അതങ്ങ് വിട്ടല്ലേ?